സത്യം പറയണം, ഇവിടെ എത്ര പേര് ഞാൻ ട്യൂഷന് പോവാണ്, ഞാൻ ക്ലാസ്സിൽ പോവാണ് എന്നൊക്കെ കള്ളം പറഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും, ഓ ഇതൊക്കെ എന്ത്, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളല്ലേ. പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളായിരിക്കും നമ്മൾ പോലും വിചാരിക്കാണ്ട് നമ്മളെ വലിയ വലിയ എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെ? ആൻഡ് കുറെ ആൾക്കാരും വീട്ടിൽ കള്ളം പറയുന്നതിനും, ലൈക്ക് എസ്പെഷ്യലി പാരന്റ്സിന്റെ അടുത്ത് കള്ളം പറയും, പല കാര്യങ്ങളും പാരന്റ്സിന്റെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കുന്നതിന്റെയും മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ നോ പറയുന്ന വിചാരിച്ചിട്ടല്ലേ, അവർ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളെ പാരന്റ്സ് നമ്മളെ അടുത്ത് എപ്പോഴെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. കാരണം അവർക്ക് എപ്പോഴും നമ്മൾ സേഫ് ആയിരിക്കണം, നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളെ ഹാപ്പിനെസ് ഇല്ലാതാക്കിയിട്ട് അവർക്കൊന്നും കിട്ടാനില്ല, അല്ലെ? നമ്മൾ പല കാര്യങ്ങളും പാരന്റ്സിന്റെ അടുത്ത് ഷെയർ ചെയ്യാണ്ട് വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ബൈ ചാൻസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഹെൽപ്പ് വയ്ക്കാൻ നമുക്ക് പാരന്റ്സിന്റെ അടുത്ത് പോകാൻ കഴിയൂല. കാരണം നമ്മൾ അത്രയും കാലം അവരുടെ അടുത്ത് ഒന്നും ഷെയർ ചെയ്തില്ല. അപ്പൊ പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ അവർ റിയാക്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. അങ്ങനെ നമുക്ക് ഫുൾ ടെൻഷൻ ആയിരിക്കും, അല്ലെ? സോ എൻ്റെ ഒക്കെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു 3.5 വയസ്സപ്പോൾ LKG ചേർത്തിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും ഡെയിലി ഉണ്ടാവുന്നത് ഞാൻ മീൻ്റെ വാപ്പിച്ചിൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരാളാണ്. ഡെയിലി ഒരു അരമണിക്കൂർ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സംസാരിക്കാതെ കിടക്കാറില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ലൈഫിൽ വന്ന പല പ്രശ്നങ്ങൾക്കും കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ പാരൻസ് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ആൻഡ് നമ്മളെല്ലാ കാര്യങ്ങളും പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നതിലൂടെ പാരൻസിന് നമ്മളെ നല്ലോണം മനസ്സിലാക്കാനും പറ്റും. പലർക്കുള്ളൊരു പ്രശ്നം അതാ, ഇന്നെ മനസ്സിലാവൂല എൻ്റെ പാരൻറ്റിന്. പക്ഷേ എടാ, ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്യൂറസ്റ്റ് ലവ് എന്ന് പറയുന്ന പാരൻസിൻ്റെ ആണ്. അതേപോലെ നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതും നമ്മളെ പാരൻസിനാണ്. സോ നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ പാരൻസിന് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് വീട്ടിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് പാരൻസും കുട്ടികളും തമ്മിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ഏജിലുള്ള ആൾക്കാർ ചെയ്യുന്ന പല മിസ്റ്റേക്കൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ആൻഡ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമ്മളെ പാരൻസ് റെഡി ആകുമ്പോഴാണ് അവർ നമുക്ക് വാല്യൂ തരുന്നുണ്ട്, അവരുടെ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാരൻസ് ആർ നോട്ട് അവർ ലിമിറ്റ്. നമ്മുടെ ലിമിറ്റ് അല്ല പാരൻസ്. നമ്മൾ എല്ലാ ലിമിറ്റുകൾക്കും പുറമെ മുന്നോട്ട് പോകാൻ നമ്മൾ പഠിച്ചതിൻ്റെ റീസൺ ആണ് നമ്മുടെ പാരൻസ്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അവസാനം നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും നമ്മളെ പാരൻസ് നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. സോ നിങ്ങളുടെ എല്ലാ സീക്രട്ടുകളും കീപ്പ് ചെയ്യാൻ പറ്റിയ സേഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാരൻസിന്റെ ഹേർട്ടാണ്, അല്ലാതെ പുറത്ത് എവിടെയെങ്കിലും അല്ല. ദാറ്റ്സ് ഇറ്റ്.